സ്നേഹ സാന്നിധ്യം എത്ര ഭാഗ്യം, നിൻ മുന്നിലാവതും എത്ര ധന്യം. ദിവ്യകാരുണ്യമായി തീർന്നവനെ, ദിനരാത്രം കൂടെ വസിപ്പവനെ, നിൻ സ്നേഹ സാന്നിധ്യം എത്ര ഭാഗ്യം, നിൻ മുന്നിലാവതും എത്ര ധന്യം. ആരാധന ആരാധന യേശുവേ നാഥ, ആരാധന 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 യേശുവേ നാഥ, ആരാധന 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 യേശുവേ നാഥ, ആരാധന. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. സർവ ആരാധനയ്ക്കും സ്തുതിക്കും അർഹനാണ് ദൈവം. ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി അത് മലകളെ മറിച്ചിടുന്ന ശക്തിയാണ്, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്ന ശക്തിയാണ്, രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ശക്തിയാണ്, വലിയ സൗഖ്യങ്ങൾ നൽകുന്ന ശക്തിയാണ്, ഒത്തിരി വിടുതൽ നമുക്ക് നൽകുന്ന ശക്തിയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയം കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി നമ്മൾ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ദുർബലമായ സ്വഭാവത്തിൻ്റെ എല്ലാ തലങ്ങളെയും നമുക്ക് തമ്പുരാന് മുമ്പിൽ തുറന്നു വെച്ച്, നിൻ്റെ ശക്തി, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ ശക്തിയുള്ളവനോ ശക്തിയുള്ളവളെ ആക്കണമേ. ഈ ഒരു പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥനാ സമയം തമ്പുരാൻ്റെ മുമ്പിൽ അപേക്ഷിക്കാം. അവൻ നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആത്മാവിന് ശക്തിയോട് കൂടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഞങ്ങൾ കർത്താവെ, ഈ ദിവ്യകൂദാശ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. കർത്താവേ, ഈ കൂദാശയിൽ വാഴ്ത്തിടുന്നങ്ങേ ഞങ്ങൾ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. കർത്താവേ, ഈ കൂദാശയിൽ വാഴ്ത്തിടുന്നങ്ങേ ഞങ്ങൾ. കണ്ണുകൾ കാണാതിരുന്നീടിലും ഉൾക്കണ്ണാൽ കാണുന്നു നിന്നെ ഞങ്ങൾ. കണ്ണുകൾ കാണാതിരുന്നീടിലും ഉൾക്കണ്ണാൽ കാണുന്നു നിന്നെ ഞങ്ങൾ. ബുദ്ധിക്കതീതമായി തോന്നിയിടിലും കൃത്തിൽ നിൻ രൂപം കാണുന്നു ഞങ്ങൾ. ബുദ്ധിക്കതീതമായി തോന്നിയിടിലും കൃത്തിൽ നിൻ രൂപം കാണുന്നു ഞങ്ങൾ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു
പകർന്നിടുവാൻ ഞങ്ങളെ നിന്നോട് ചേർത്തിടുവാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. കർത്താവേ, ഈ കൂദാശയിൽ വാഴ്ത്തിടുന്നങ്ങേ ഞങ്ങൾ, വാഴ്ത്തിടുന്നങ്ങേ ഞങ്ങൾ. ഈ പ്രാർത്ഥനാ സമയം എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുവാൻ, വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കാൻ, നമ്മളെ അടിമപ്പെടുത്തുന്ന ഏതെങ്കിലും വേദനകളോ ചിന്തകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ വിമോചിതരായി ഭവിക്കാൻ ഈശോയെ ഞങ്ങളുടെ മനസ്സിൻ്റെ 3 തലങ്ങളെയും, വികാരത്തിൻ്റെ തലങ്ങളെ, ഓർമ്മയുടെ തലങ്ങളെയെല്ലാം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. അവൻ നമ്മളെ സുഖപ്പെടുത്തുന്നവന്, അവൻ നമ്മളെ വിമോചിപ്പിക്കുന്നവന്, അവൻ നമ്മുടെ രക്ഷയുടെ വഴികളിലേക്ക് നയിക്കുന്നവന് തമ്പുരാൻ്റെ തിരുമുമ്പിൽ നമുക്കായിരിക്കും. അതോടൊപ്പം ഏതെങ്കിലും ബന്ധനങ്ങളിൽപ്പെട്ട് കിടക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം തമ്പുരാൻ്റെ കാൽക്കൽ വെച്ച് നിൻ്റെ കരം നീട്ടി തൊട്ട് ഈ സഹോദരനെ സഹോദരിക്ക് വിടുതൽ കൊടുക്കണമേ, മോചനം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമേ, ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവരെ കൂടി കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മളിൽ മാത്രമല്ല ലോകം മുഴുവനിലും സുഖം പകരുന്ന തമ്പുരാൻ്റെ കരുണയ്ക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. നമുക്ക് ധ്യാനിക്കാനായിട്ടൊരു ചിന്ത, അത് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം നമ്മൾ കണ്ടെത്തുക. 13-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയും, ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ആഴത്തിൽ ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ്ടുവട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് മാത്രം പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല. അതിനപ്പുറം ഇത് നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്നുമെന്നും പ്രായോഗികമാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ഒരാവശ്യമാണ്. നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകമില്ല, ഒരു കവിതാ പുസ്തകമാണ്. അത് ബംഗാളിയിൽ എഴുതപ്പെട്ട പുസ്തകം. അന്നും ആരും അത്രയ്ക്ക് അവരായിട്ട് ഗവനിച്ചില്ല, കാരണം ബംഗാളി ഭാഷ അറിയുന്നവർക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളത് വായിച്ചു. അതിൻ്റെ ഉള്ളിലെ ആത്മീയതയും അതിൻ്റെ പിറകിൽ ത്രസിക്കുന്ന വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒക്കെ ബോധ്യങ്ങളും ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ ലോകപ്രശസ്തമായ ഒരു പുസ്തകമായിട്ട്, ഒരു കൃതിയായിട്ടത് മാറിയില്ലേ. വലിയ സമ്മാനങ്ങളുമൊക്കെ നേടിയ, ഭാരതത്തിന് നൊബേൽ സമ്മാനമൊക്കെ കൊണ്ടുവരാൻ ഈ കൃതിയല്ല കാരണമായി തീർന്നത്. അതിൻ്റെ 37-ാമത്തെ പദ്യം നമ്മൾ വായിക്കുമ്പം തുടങ്ങുന്നത് അദ്ദേഹം വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ട്, എവിടെയാണ് മനസ്സ് നിർഭയമായിരിക്കുന്നത്, എവിടെയാണ് ശിരസ് കുനിയാതിരിക്കുന്നത്, എവിടെയാണ് ലോകം പ്രാദേശികമായി ഇടുങ്ങി ചിന്താഗതികളിലൂടെ മുറിയപ്പെടാതെ തുണ്ടുതുണ്ടായി മാറ്റപ്പെടാതിരിക്കുന്നത്, എവിടെയാണ് വാക്കുകൾക്ക് സത്യത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു രാജ്യത്തിലേക്ക്, സാമ്രാജ്യത്തിലേക്ക് ഈ എൻ്റെ നാടിനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ടാഗോർ നമ്മൾ കാണും. ഒത്തിരി വിമോചനത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം ഈ കവിതയ്ക്കകത്ത് ചേർത്ത് വയ്ക്കുന്നുണ്ട്. നല്ലതാണ് അങ്ങനെയുള്ള പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും, ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പുറകിലും തിരുവചനത്തിൻ്റെ വലിയ സത്യങ്ങൾ, സ്വാധീനമൊക്കെ കിടപ്പുണ്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓർക്കണം, നമുക്കൊക്കെ ഒത്തിരി നമ്മിലേക്ക് തന്നെ ഇറങ്ങി ചിന്തിക്കാനുണ്ട്. കുറേയേറെ ബന്ധനങ്ങൾ, കുറേയേറെ അടിമത്തങ്ങളൊക്കെ വഹിച്ച് നമ്മൾ നടക്കുക. പുറമേയൊക്കെ നമ്മൾ ഓക്കെയാണ്,
പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളും ഞാനുമൊക്കെ ചിലപ്പോൾ പൗലോസ് അപ്പസ്തോലൻ റോമാ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ എനിക്ക് തന്നെ എൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏതോ ചില ശക്തികൾക്കൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നവന്, ആരെന്നെ ഈ ദുർഭകാവസ്ഥയിൽ നിന്ന് വേറെ വിമോചിപ്പിക്കും എന്ന് വിലപിക്കുന്ന പൗലോസിനെ നമ്മൾ കാണുന്നില്ല. വലിയ ദൈവശാസ്ത്രത്തിന്, ക്രിസ്തുവിനെ കണ്ടവന്, കർത്താവ് തന്നെ പിടിച്ച് അടക്കിയതാ ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ. സാവൂളായിരുന്നതിനെ മാനസാന്തരപ്പെടുത്തിയെടുത്തതാ. ഒരുപാട് ദൈവശാസ്ത്ര ദർശനങ്ങളൊക്കെ ലോകത്തിന് സംഭാവന ചെയ്തവനാ ഈ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കിനും തേങ്ങുകയാണ്. ആര് എന്നെ ഈ ദുർഭകാവസ്ഥയിൽ നിന്ന് വിമോചിപ്പിക്കും? ഇവിടെ നമുക്കറിയാം ഈ വിമോചനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇത് യുഗങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പാടുന്ന ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗീതമില്ല. അന്ധകാരത്തെ വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും എന്നെ നയിക്കണമേ. ഈ 3-4 ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്ന ഭാരതത്തിൻ്റെ ആത്മാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാ? കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ സുവിശേഷം 8:34 മുതൽ വായിച്ചോളൂ. ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ തിന്മയുടെ ബന്ധനത്തിൽ അടിമത്തിൽ നമ്മൾ കിടക്കും. നമ്മളതിനെ നീതീകരിച്ചും ന്യായീകരിച്ചും കൊണ്ടു നടക്കുമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഓരോ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് പറയും, ആരാ ഇത്ര പുണ്യവാനായിട്ടുള്ളത്, ആരാ എത്ര ശ്രേഷ്ഠനായിട്ടുള്ളത്, എല്ലാവർക്കും ഇല്ലേ ആ തെറ്റും ഈ തെറ്റും ഒക്കെ. അങ്ങനെ പലപ്പോഴും നമ്മുടെ തെറ്റുകളെ, ആ തെറ്റുകൾ നമ്മൾ ചെലുത്തുന്ന ശക്തികളെ, അടിമത്തങ്ങളെയൊക്കെ സ്വാധീകരിച്ചും നീതീകരിച്ചും കൊണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. അവിടെയാ നമുക്ക് കൂടുതൽ തെറ്റുപറ്റുക. നിങ്ങൾക്കും ഞാനുമൊക്കെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒത്തിരി വിമോചനം ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഈ ബന്ധനം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്ന് ഭവിച്ചു പോകുന്നൊരു കാര്യം. നമുക്കറിയാം ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം തേടുമ്പോൾ നമ്മൾ വളരുകയുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ആത്മീയമായി വളരാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് വളരാനാവുന്നില്ല എന്ന് നിങ്ങൾ വിലപിക്കുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കാര്യം കിടപ്പുണ്ടാകും. ചില ബന്ധനങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് മോചിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചില അടിമത്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ നേടേണ്ടതായിട്ടുണ്ട്. ഈ വിടുതൽ നേടാതെ നമുക്ക് ഒരിക്കലും വളരാനാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ തെങ്ങൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ തെങ്ങിൻ്റെ ചൂട്ടുമടൽ ചില സ്ഥലത്ത് വീണ് കിടക്കും. ആ തെങ്ങിന് ചൂട്ടുമടൽ വീണ് കിടക്കുന്ന സ്ഥലത്ത് പുല്ലുകളുണ്ടാവും. പക്ഷേ ആ പുല്ലിന് മുമ്പോട്ട് വളർന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിങ്ങനെ വളരെ വെളുത്ത് വിളറിയൊക്കെ അവിടെ കിടക്കും. അതേസമയം ആ തെങ്ങിൻ്റെ ചൂട്ടുമടലൊക്കെ വലിച്ചു മാറ്റി കളയുമ്പോൾ അവിടെയുള്ള പുല്ലുകളൊക്കെ ആർത്ത് ഇരുമ്പ് വളരുകയില്ലേ? ഇതൊരു വളരെ പ്രായോഗികമായിട്ട് പ്രകൃതി കിട്ടുന്ന നമുക്കൊരു പാഠമാണ്. അപ്പം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ കാണുന്ന ചില അടിമത്തങ്ങൾ, ചില ബന്ധനങ്ങൾ നിങ്ങളെയും എന്നെയും ഒക്കെ വളരുന്നതിൽ നിന്ന് തടയുന്നു. അതുകൊണ്ട് വലിയ ഒരു വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ ആവശ്യകതയുള്ളവരാണ് നമ്മൾ. നമുക്ക് മർക്കോസിന് സുവിശേഷം 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഒരു മനുഷ്യനെ അവിടെ നമ്മൾ കണ്ടെത്തുകയാണ്. കർത്താവിനെ അകലെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടേക്കല്ലേ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ എൻ്റെ ഈ ശീലങ്ങളൊക്കെ എനിക്ക് മാറ്റേണ്ടതായിട്ട് വരും, ഒരു പുതു വ്യക്തിയായിട്ട് എനിക്ക് രൂപാന്തരപ്പെടേണ്ട, അതുകൊണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ വിലക്ക് നിൽക്കുകയാണ്. പക്ഷേ അയാളെ കർത്താവ് രക്ഷിച്ചെടുക്കാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചു നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി പേരൊക്കെ ഉണ്ട്, ആളുകൾ എന്നെ പല പേരിലൊക്കെയാണ് വിളിക്കുക, എൻ്റെ യഥാർത്ഥ പേര് ഇപ്പോൾ ആരും ഓർക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കർത്താവ് അവനെ മോചിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ വിടുതൽ പ്രാപിച്ചവനായി കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ഇനി ഞാൻ നിൻ്റെ ശിഷ്യനായി നിൻ്റെ പുറകെ വരട്ടെ. ഈശോ പറഞ്ഞു, വേണ്ട, നീ പോ, തെക്കാപ്പോളിസിലൊക്കെ കടന്നു ചെല്ല്, എന്നിട്ട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത് നീ അവിടെയൊക്കെ പ്രഘോഷിക്കണം. ആ മനുഷ്യൻ പോയി അങ്ങ് വിദൂരങ്ങളിലൊക്കെ പോയി കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് അറിയിക്കുകയാണ്. കർത്താവ് നൽകുന്ന മോചനത്തിൻ്റെ ശക്തി വിശേഷത്തിൻ്റെ 1-ാമത്തെ പ്രഘോഷകനും സാക്ഷിയുമായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്നിറങ്ങി നിന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. പലതരം അടിമത്തങ്ങൾ, പലതരം ബന്ധനങ്ങൾ, ചിന്തയുടെ ബന്ധനമാകാം, ബുദ്ധിയുടെ ബന്ധനമാകാം, അഹങ്കാരത്തിൻ്റെ ബന്ധനമാകാം, ജഡികതയുടെ ബന്ധനമാകാം, ദുഷ്തർക്കങ്ങളുടെ ബന്ധനമാകാം. ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് വിടുതൽ ആവശ്യമുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ വിടുതൽ നൽകുന്നത് ആരാ? കർത്താവ് ഈശോ മിശിഹായ്ക്കല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും വിമോചിപ്പിക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഈ കുർബാന സ്വീകരണത്തിന് സമയം ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ ദിബകൂദാശയുടെ ശക്തിവിശേഷം ഞങ്ങളിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്താ ഈ വിമോചനത്തിൻ്റെ ശക്തിവിശേഷം? അത് വിടുതല. അത് കുർബാന നമുക്ക് നൽകുന്നത്. ഇതാ നിങ്ങളുടെ മോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, ഇതാ നിങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം. ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് കർത്താവ് പറയും, നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ശരീരം മുറിക്കുക, നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ രക്തം ചിന്തുക, നിങ്ങളെന്നെ സ്വീകരിച്ചിട്ട് വിമോചിതരായി ജീവിക്കുക. എന്നാലും നമ്മൾ ആരും വേണ്ടത്ര വിമോചിതരാകാതെ പലതിനും അടിമകളായി ജീവിക്കുന്നുവോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ചിന്തയിലും ധ്യാനത്തിലും നമുക്ക് ഒരുപാട് കൃപയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഏതെങ്കിലും ഒരു തിന്മയ്ക്ക്, ഒരു ബന്ധനത്തിന്, ഒരു പാപശക്തിക്ക് ഞാൻ അടിമയായി ജീവിക്കുന്നുവോ എന്ന് നമുക്ക് ആലോചിക്കണം. എങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് പോകാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അവൻ ഇടപെടണമേ എന്ന് ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കണം. കർത്താവ് ഇടപെടുമ്പോൾ നമ്മളിലുള്ള പല ബന്ധനങ്ങളും പല പാപശക്തികളും ഇല്ലാതായി തീരും. അതുകൊണ്ട് നമുക്കിനിയുള്ള അല്പസമയം ശാന്തമായി തമ്പുരാൻ്റെ തിരുമുമ്പിലിരിക്കാം. നമ്മൾ ഹെബ്രായ ലേഖനം 11:24 വായിക്കുമ്പോൾ മോസസിനെ കുറിച്ച് പറയും നമുക്ക് ഓർമ്മിക്കാം. കൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് രാജകുമാരന് തുല്യമായ ജീവിതം നയിച്ചവനായിരുന്നു മോസസ്. ഫറവോയുടെ മകളുടെ വളർത്തപുത്രനായിട്ടല്ലേ വന്നത്? ചെറുപ്പക്കാരനായി ജീവിച്ച മോസസിന് അവിടെ താമസിക്കുന്നത്, കൊട്ടാരത്തിൽ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നത് വല്ലാത്ത ഒരു അസ്വസ്ഥതയുളവാക്കുന്നതായിട്ട് മാറി. കാരണം തൻ്റെ ജനങ്ങളൊക്കെ അടിമത്തങ്ങളിൽ കഴിയുന്നതാണ് അദ്ദേഹം മനസ്സിലാക്കി. ഈ സുഖഭോഗങ്ങളൊന്ന് പുറത്തു കിടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വളരെ മനോഹരമായിട്ട് തിരുവചനം നമുക്കത് പറഞ്ഞിരുന്നുണ്ട്. ഈ സുഖഭോഗങ്ങളെയൊന്നും മോസസ് ആഗ്രഹിച്ചില്ല. അതൊക്കെ ഒരുതരം ബന്ധനമായി തോന്നി അദ്ദേഹത്തിന്. അവൻ ഇറങ്ങുകയാ, കൊട്ടാരം വിട്ടിറങ്ങുകയാ തൻ്റെ ജനങ്ങളുടെ മധ്യേ. പിന്നെ ദൈവം അദ്ദേഹത്തെ വിളിച്ചൊരുക്കി ജനങ്ങളെ വിമോചിപ്പിക്കാൻ കരുത്തുള്ള നേതാവായിട്ട് മാറ്റി നമ്മൾ കാണുന്നില്ലേ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ എല്ലാ ബന്ധനങ്ങളും നമ്മിൽ നകന്നു പോകും. ഒത്തിരി പേരെ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിമോചിപ്പിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ സഹായം കൊണ്ടും നമ്മുടെ നല്ല വാക്കുകൊണ്ടും നമ്മുടെ സഹകരണം കൊണ്ടുമൊക്കെ ഏതെങ്കിലുമൊക്കെ ബന്ധനത്തിൽ കഴിയുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളെ വിമോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യലേഖനം 5:1 പറയുന്ന ആ വിമോചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലുള്ളവരിലും നമ്മുടെ ചുറ്റുപാടുകളുള്ളവരും നമ്മുടെ അടുത്ത സ്നേഹിതരിലുമൊക്കെ ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ചിലരൊക്കെ ചെവിയിൽ മന്ത്രിച്ചാൽ മതി ചില കാര്യങ്ങളൊക്കെ. വ്യക്തിയോട് സംഭാഷിക്കുമ്പോൾ, വ്യക്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ചില ബന്ധനങ്ങളിലൊക്കെ ചിലരൊക്കെ മാറിപ്പോയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായൊരു സമീപനം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഏതാനും നിമിഷങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടല്ല, നമ്മിലേക്ക് നോക്കി നമുക്കിരിക്കാം ശാന്തമായി. ഇതാ നിങ്ങളുടെ മോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, ഇതാ നിങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തമെന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും ആവർത്തിച്ച് പറയുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ചെവികളിലും വിടങ്ങട്ടെ. ഏതെങ്കിലും ഒരു ബന്ധനത്തിന്, ഒരു തഴക്കദോഷത്തിന്, ഒരു ദുശീലത്തിന് നമ്മൾ അടിമകളായി ജീവിക്കുന്നെങ്കിൽ, ഉദാഹരണം പെട്ടെന്ന് കോപിക്കുന്നൊരു ശീലമാകട്ടെ, നമുക്കിന്ന് ഈ വിമോചനത്തിൻ്റെ ശക്തി നൽകുന്ന വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സ്വതന്ത്രനാക്കണമേ, സ്വതന്ത്രയാക്കണമേ, എന്നെ വിടുവിക്കണമേ. എനിക്ക് ആത്മീയമായ സ്വാതന്ത്ര്യം, മാനസികമായ വിടുതൽ, ശരീരത്തിൻ്റെ മേഖലകളിൽ വലിയ സ്വാതന്ത്ര്യമൊക്കെ തന്ന് എന്നെ ഇന്ന് ഈ പ്രാർത്ഥനാവേളയിൽ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാക്കി മാറ്റണമേ. നമുക്ക് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ നിലവിളിയുടെ ശബ്ദം അവൻ്റെ പക്കലെത്തട്ടെ. അഗാധങ്ങളിൽ നിന്ന് ഞാനങ്ങേ വിളിക്കുന്നുവെന്ന് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ളത്, പ്രത്യേകിച്ച് മരിച്ചവരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ. വീണ്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ തമ്പുരാൻ്റെ മുമ്പിൽ ഉണർത്തി നിൽക്കാം. നമുക്കൊരു കരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. എന്നിട്ട് യാതനാരൂപത്തിൽ അവൻ നൽകുന്ന വലിയ വിടുതലിൻ്റെ ശക്തി
ദൈവസ്തുതിയുടെ അകമ്പടിയോടുകൂടി നമ്മിലേക്ക് കടന്നു വരാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ബന്ധനം, അടിമത്തം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു തിന്മയോ ദുശീലമോ ദുഷ്ടർക്കുമോ നിങ്ങളെ വലയം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതെല്ലാം ഇന്ന് ഈ കൂദാശയുടെ മുമ്പിൽ, നമ്മുടെ വിമോചിക്കുന്ന കർത്താവിന് മുമ്പിൽ വെച്ച് നമുക്കെല്ലാവർക്കും അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒത്തിരി ഉറക്കെ തമ്പുരാനെ നമുക്ക് സ്തുതി പറയാം. ആത്മാവിൻ്റെ അഗാധങ്ങൾ സ്തുതി പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ, നമ്മുടെ ഓർമ്മകളുടെ തലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ശക്തിയും വിടുതലും നൽകി കർത്താവ് നമ്മളെ വിമോചിപ്പിച്ച് സ്വതന്ത്രരാക്കി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ആ വലിയ ആഗ്രഹത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഈ സമയം തമ്പുരാന് തിരുമുമ്പിൽ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതി, കർത്താവ് സ്തുതിക്ക്. വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യ ഇരുന്നു കൊണ്ട് ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സ്വഭാവത്തിലുള്ള എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെയും അങ്ങ് എടുത്തു മാറ്റണമേ. വഴി വിടുതലിന്റെ ശക്തി ഞങ്ങളിലേക്ക് കർത്താവ് ഈ സമയം വർഷിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, സ്തുതി, ആരാധന, സ്തോത്രം. നല്ല തമ്പുരാനെ, നിന്റെ തിരുശരീര രക്തങ്ങളുടെ ശക്തികളാൽ ഞങ്ങളെ എല്ലാവരും ഈ സമയം വിശുദ്ധീകരിക്കണമേ, വിടുവിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആന്തരികമായ എല്ലാ ബന്ധനങ്ങളും ഞങ്ങളെ ഈ സമയം എല്ലാ ദുഷ്ടർക്കങ്ങളും ദുശീലങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും സ്വാതന്ത്ര്യം കൊടുക്കുന്നവരുമാക്കി മാറ്റണമേ. ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ബന്ധനം അനുഭവിക്കുന്നവരുണ്ട് ഞങ്ങൾ അറിയുമ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ഞങ്ങളെ സഹായിക്കണമേ. മദ്യപാനം, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ലൗകിക ചിന്തകൾ മുതലായ എല്ലാ ബന്ധനങ്ങളും പെട്ടുകിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ കാൽക്കൽ വെച്ചുകൊണ്ട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ആന്തരിക വിടുതലും ശക്തിയും കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കൃപകൾക്കും കർത്താവേ നന്ദി. ഈ സമയം ഞങ്ങളിലേക്ക് ചുരുങ്ങിയ എല്ലാ കൃപകൾക്കും സ്തോത്രം, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ആമേൻ. ഇനി നമുക്ക് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തിവിശേഷം നമ്മിൽ നിറയാൻ വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കവൻ്റെ ആശീർവാദത്തിന് വേണ്ടി ശിരസ്സ് നമിക്കാം. ഈ സമയം അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മളെ വിടുവിക്കുന്നു. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ആരെങ്കിലും ഏതെങ്കിലും വെറുപ്പിനോ വിദ്വേഷത്തിനോ മദ്യപാനത്തിനോ തകർച്ചകൾക്കോ അടിമകളായി ജീവിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങളെ ഈശോയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. അവരൊക്കെ കർത്താവ് ഇടപെടട്ടെ. പല ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരും വിമോചിതരാകട്ടെ. അങ്ങനെ ദൈവരാജ്യം അവരിലും നിറയാനിടയാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ കൃപ കർത്താവ് നമുക്ക് നൽകും എന്നൊരു ആത്മീയ സത്യമില്ലേ? അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ നമ്മിലും നിറയും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ ആശീർവാദത്തിന് ഇന്ന് വലിയൊരു വിടുതലിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് നമ്മളിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന. നീയാണു സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമാം സ്നേഹം. നീയാണു ജീവൻ, ജീവന്റെ ജീവൻ, ഉള്ളിൽ തുടിക്കുന്ന ജീവൻ.